എന്തുകൊണ്ടാണ് ഇതിനവർ ഹിജ്റ കലണ്ടർ എന്ന് പേര് കൊടുത്തത് എന്നാണ്. അത് അവിടെ കുറച്ച് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അത് എന്താണെന്ന് വെച്ചാൽ ദീന് എന്ന് പറഞ്ഞാൽ അത് ഹിജ്റയാണ്. എന്താണ് ഹിജ്റ? ഹജ്ർ എന്ന വാക്കിൽ നിന്നാണ് ഹിജ്റ എന്ന വാക്കുണ്ടായിട്ടുള്ളത്. ഇസ്ലാമിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഹിജ്റയാണ്. എന്തുകൊണ്ട്? പുണ്യ റസൂൽ പറഞ്ഞല്ലോ, ഞാൻ മദീനയിൽ ജനിക്കേണ്ട ആളാ, മക്കയിൽ ജനിച്ചത് ഹിജ്റ ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ ഹിജ്റയുടെ വില എത്രയാണ്? ലൗലൽ ഹിജ്റ ലകുന്തു റജുലൻ മിനൽ അൻസാർ. പുണ്യ റസൂൽ മുസ്തഫ ലൗലൽ ഹിജ്റ ലകുന്തു റജുലൻ മിനൽ അൻസാർ. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ ഒരാളായി ജനിക്കേണ്ടതായിരുന്നു. മദീന എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സംഗതിയാണ്. മദീനയിലെ മണ്ണ് പോലും മുഅ്മിനാണ്. തുർബത്തുൽ മദീനത്തി മുഅ്മിന. മദീനയിലെ മണ്ണ് പോലും മുഅ്മിനാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നല്ല, മദീന അർശിനേക്കാളും പ്രധാനപ്പെട്ടതാണ്. മദീനയിലെ ഒരു മണ്ണ് തുർബത്തു ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശരീഫ് ബിത്തിഫാഖിൽ അഇമ്മത്തിൽ അർബഅ. 4 ഇമാമിങ്ങൾക്ക് ഏകോപിച്ച അഭിപ്രായം, മദീനയിൽ മുത്ത് റസൂൽ മുസ്തഫ തങ്ങൾ കിടക്കണം മണ്ണ് അഫ്ളലു മിനൽ കഅബ, കഅബയേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഹത്താ അഫ്ളലു മിനൽ അർശി, അർശിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. വൽ കുർസി, കുർസിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. വൽ ലൗഹി, ലൗഹിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. വൽ ഖലമി, ഖലമിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ബിത്തിഫാഖിൽ അഇമ്മത്തിൽ അർബഅ. 4 ഇമാമികൾക്കും ഏകോപിച്ച അഭിപ്രായമാണ് മദീനയിലെ ഒരു മണ്ണ്. ഏത് മണ്ണ്? തുർബത്തു ഖബ്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്ശരീഫ്, ഹബീബായ റസൂലുള്ളാഹിയുടെ ശറഫാക്കപ്പെട്ട ഖബറിലെ മണ്ണ് കഅബയേക്കാളും ഹത്താ അഫ്ളലു മിനൽ കഅബ വൽ അർശി വൽ കുർസി വൽ ലൗഹി വൽ ഖലമി എന്നാണ്. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട ഏരിയയാണ് എന്ത്? ബഹുമാനപ്പെട്ട മദീന. എന്നിട്ടും ഹബീബായ റസൂലുള്ളാഹി ജനിച്ചത് മക്കയിലാണ്. കാരണം ഹിജ്റയാണ്. അപ്പൊ ഇത് ഗൗരവമായി പഠിക്കണം. എന്താണ് ഹിജ്റ? ലൗലൽ ഹിജ്റ ലകുന്തു റജുലൻ മിനൽ അൻസാർ. ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ മദീനയിൽ ജനിക്കേണ്ടവനായിരുന്നു. ഹിജ്റ ഭയങ്കര. ഒരു നിലക്ക് അൻസാരികൾ കയ്യിലുള്ളതൊക്കെ കൊടുത്തു. ലോകത്ത് ഒരു ഉത്തരമില്ലാത്ത ഒരു അത്ഭുതം കാട്ടിയവരാ അൻസാരികൾ. എന്നിട്ടും അല്ലാഹു മന്ദിച്ചത് മുഹാജിരീങ്ങളെയാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിരീങ്ങളെയും അൻസാരികളുമായ ആളുകൾ, അവരോട് പിൻപറ്റിയവരെയും. അതിന്റെ അർത്ഥത്തിലേക്ക് ഞാൻ വരാം. എന്താണ് ഈ അവരോട് പിൻപറ്റിയവർ എന്ന് പറഞ്ഞാൽ? ആ അർത്ഥത്തിലേക്ക് ഞാൻ വരാം. والسابقون الأولون من المهاجرين والأنصار. മുന്തിച്ചത് മുഹാജിരീങ്ങളെയാണ്. എവിടെയും മുന്തിച്ചത് മുഹാജിരീങ്ങളെയാണ്. എന്താണ് ഇതിന് കാരണം? മുഹാജിർ എന്നത് ഹിജ്റയിൽ നിന്ന് വന്നതാണ്. ഹിജ്റ എന്ന് പറഞ്ഞാൽ അതാണ് ദീന്. ഒന്നിങ്ങോട്ട് നോക്ക്, എന്റെ ചെവി തന്നെ അങ്ങോട്ട് തരണം. 1 മിനിറ്റ്. ഹിജ്റയെ മനസ്സിലാക്കാതെ ദീനിനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഹജ്ർ എന്ന വാക്കിൽ നിന്നാണ് ഹിജ്റ എന്ന വാക്കുണ്ടായത്. ഹജ്ർ എന്നാൽ വെടിയുക. ലില്ലാഹ് ബില്ലാഹ് വലില്ലാഹ്. അല്ലാഹുവിനെ കൊണ്ട് വെടിയുക, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് വെടിയുക, അല്ലാഹുവിന് വേണ്ടി വെടിയുക. അതാണ് എന്ത്? ഹിജ്റ. ദീൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഹിജ്റയാണ്. അത് കേവലം പാലായനം മാത്രമൊന്നുമല്ല. എന്നുണ്ട് ഹിജ്റ. എവിടെ? സ്വന്തം വീട്ടിൽ ഹിജ്റയുണ്ട്, സ്വന്തം നാട്ടിൽ ഹിജ്റയുണ്ട്, സ്വന്തം കൂട്ടുകാരിൽ ഹിജ്റയുണ്ട്, സ്വന്തം കിടപ്പറയിൽ ഹിജ്റയുണ്ട്. വെടിയ ആർക്ക് വേണ്ടി? ലില്ലാഹ് ലില്ലാഹ്. അൽ ഹജ്ജ അൽ ഹജ്റു ലില്ലാഹ് അൽ ഹിജ്റതു ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി വെടിയ. അല്ലാഹുവിന് വേണ്ടി എന്ത് വെടിയ? എന്തും വെടിയ. അല്ലാഹുവിന് വേണ്ടി ഭാര്യയെ വെടിഞ്ഞവർ, അല്ലാഹുവിന് വേണ്ടി ഭർത്താവിനെ വെടിഞ്ഞവർ, അല്ലാഹുവിന് വേണ്ടി മക്കളെ വെടിഞ്ഞവർ, അല്ലാഹുവിന് വേണ്ടി കൂട്ടുകാരെ വെടിഞ്ഞവർ, അല്ലാഹുവിന് വേണ്ടി ധനം വെടിഞ്ഞവർ. ഒരു പൈസ ഇല്ലാതെ മക്കയിലെ കച്ചവടക്കാരൻ സുഹൈബ് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ മുസ്തഫ നബി പറഞ്ഞ വാക്ക് നിങ്ങൾ മറക്കരുത്. ലാഭക്കാരൻ വരുന്നുണ്ടല്ലോ, ലാഭക്കാരൻ വരുന്നുണ്ടല്ലോ. മക്കയിലെ കച്ചവടക്കാരനായ സുഹൈബ് റളിയല്ലാഹു അൻഹു പറയാം, മഹാനായ സയ്യിദ്നാ സുഹൈബ്, ബഹുമാനപ്പെട്ട സൂറത്തുൽ ബഖറയിലെ 200-ാമത്തെ ആയത്ത് സുഹൈബിന് ഇറങ്ങിയതാണ്. വമിനന്നാസ്,
من يشره نفسه ابتغاء مرضات الله والله رؤوف بالعباد ومن الناس من يشره نفسه ابتغاء مرضات الله والله رؤوف بالعباد اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم اللهم اجعلنا منهم. നിങ്ങൾക്കറിയോ ഒരു അത്ഭുതം, ഈ മനുഷ്യൻ മുഹാജിറായി വരിക, വലിയ കച്ചവടക്കാരനായിരുന്നു. ആദ്യം ഒന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ മക്കയിൽ പൈസ ഉണ്ടാക്കി, പിന്നെ ഹിജ്റ വരുമ്പം പണം മുഴുവനും പിടിച്ചെടുത്തു. ആര്? മക്കക്കാർ. പിന്നെ ഒരു ദിർഹമില്ലാതെ വരികയാണ് മദീനയിലേക്ക്. അപ്പോൾ ഹബീബായ നബി പറയാ, ലാഭമുണ്ടാക്കിയ ആളിതാ വരുന്നു. സത്യത്തിൽ പറയേണ്ട വാക്ക് നഷ്ടമുള്ള വരുന്നു പറഞ്ഞത് എന്തുകൊണ്ട്? അള്ളാഹ്ക്ക് വേണ്ടി വെടിയാൻ തയ്യാറാകലാണ് എന്ത്? ദീന്. അതാണ് അതന്നെ പാഠം. സത്യം പറഞ്ഞാൽ വയറ് കഴിഞ്ഞു തന്നെ പറയാം. ഇതാണ് വയറ്. അത് അവസാനിച്ചു. ഇന്നത്തെ വയറ് അവസാനിച്ചു. ഇനി ബാക്കിയുള്ളതൊക്കെ മുക്ക ചുരുക്കെന്ന് പറയാം. ഇതാണ് സത്യം. ദീന് എന്ന് പറഞ്ഞാൽ ഹജ്റ, അള്ളാഹ്ക്ക് വേണ്ടി വരിക. എന്തും ഈ സന്ദർഭത്തിൽ ഈ മുഹാജിറിന് വേണ്ടി ഇറങ്ങിയ ആയത്താണിത്. അല്ലാഹുവിന് വേണ്ടി സ്വന്തം നഫ്സിനെ പോലും കച്ചവടമാക്കി, സ്വന്തം നഫ്സിനെ പോലും നിന്റെ തടി കിട്ടണമെങ്കിൽ ആ പണം ഇങ്ങോട്ട് താ. പണമാണെങ്കിൽ പണം കയ്യിൽ വെക്കുകയാണെങ്കിൽ ഇവിടെ പാർത്തോളണം. മക്കാര് പറഞ്ഞു അതല്ല, ഹിജ്റ പോകണമെങ്കിൽ ഈ ഉണ്ടാക്കിയൊക്കെ തരണം. അപ്പോൾ എന്ത് ചെയ്തു? ഉണ്ടാക്കിയൊക്കെ കൊടുക്കണം. നിങ്ങൾ തടി എന്നാ മതിയോ മക്കാരോട്? സ്വന്തം തടി, ഒരു ദിർഹം കയ്യിലില്ലാതെ പോയി മഹാനായ സയ്യിദുനാ സുഹൈബ്, സയ്യിദുനാ സുഹൈബ് റളിയല്ലാഹു അൻഹു. ഈ മനുഷ്യന്റെ പ്രത്യേകതകൾ കേട്ടോ. എന്തും വെടിഞ്ഞു വന്നത് കൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഈ മനുഷ്യനെ പ്രത്യേകമായി പരിഗണിക്കുന്നു. സുഹൈബിനെ റളിയല്ലാഹു അൻഹു ആയത്ത് പറഞ്ഞിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തുകൊണ്ട് വീണു. നിങ്ങൾക്കറിയാലോ ആ സംഭവം. അങ്ങനെ അന്ന് 10,000 സ്വഹാബികളുണ്ട് മദീനത്ത്. എന്നല്ല, സ്വഹാബികളെ കൂട്ടത്തില് സ്വഹാബികളിൽ മയ്യത്ത് നിസ്കരിക്കണം. ആരാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത് എന്ന ചർച്ച വന്നു. സത്യത്തിൽ ചർച്ചയ്ക്ക് പോലും ആവശ്യമില്ല. വലിയ ആലിമായ സ്വഹാബിയായ ഹബീബിന്റെ കാമിലായ തിൽമീദാണ് മഹാനായ സയ്യിദുനാ ഇബ്നു ഉമർ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, സുഹൈബ് ഇമാമത്ത് നിൽക്കട്ടെ. എല്ലാവരും ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു ഉമർ അടക്കം ബാക്കിൽ റളിയല്ലാഹു അൻഹു. രക്തബന്ധമില്ലാത്ത സുഹൈബ് നിസ്കരിച്ചു. എന്തുകൊണ്ട്? സുഹൈബിന്റെ ഹിജ്റയെ മുത്തുനബി പ്രശംസിച്ചിട്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സുഹൈബിന്റെ ഹിജ്റയിൽ ആയത്തിറങ്ങിയിട്ടുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ എന്താ ടോട്ടൽ? അവരെ കലണ്ടർ ശിർക്കിന്റെയും കള്ളുടിയുടെയും കലണ്ടറാണ്. നമ്മുടെ കലണ്ടർ അള്ളാഹുവിന് വേണ്ടി എന്തും വെടിയാൻ തയ്യാറാകുന്ന കലണ്ടർ. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞാൽ അതാണ് പൂർത്തിയാവും. ഈമാൻ എന്നാൽ 4 കാര്യമാണ്. ഈമാൻ 4 കാര്യമാണ്. ഈമാൻ കാര്യം പഠിച്ചതുകൊണ്ട് ഈമാൻ ഉണ്ടാവില്ല. ഈമാൻ കാര്യം പഠിച്ചാൽ പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് മാത്രം. അത് നല്ല കാര്യമാണ്. ഈമാൻ കാര്യം പഠിക്കൽ, ഈമാൻ കാര്യം അത് ഈമാൻ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? 4 കാര്യം വേണം. من أحب لله وأطاع لله وأعطى لله ومنع لله فقد استكمل الإيمان. صحيح البخاري صحيح مسلم متفق عليه മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 കാര്യമാണ് ഈമാൻ. 4 കാര്യം ഉണ്ടെങ്കിൽ ഈമാൻ ഉണ്ടാവും. من أحب لله وأبغض لله وأعطى لله ومنع لله. ഒരാൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു. ആരെയും സ്നേഹിക്കും. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കാവുന്നവരെ സ്നേഹിക്കും. ഭാര്യ അതിന് പറ്റൂലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കൂല. ഭർത്താവിനെ പറ്റൂലെങ്കിൽ സ്നേഹിക്കൂല. സ്നേഹിച്ചത് ആർക്ക് വേണ്ടിയാവണം? അല്ലാഹ്. ഈ കലണ്ടറിൽ തന്നെ ഹിജ്റ കൊടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, എന്നും ഒരാൾ ആശ്രയിക്കേണ്ടതാണ് എന്ത്?
കലണ്ടർ. അപ്പൊ ഓരോ ദിവസവും നമ്മളെ ഹിജ്റ ഓർമ്മപ്പെടുത്തും. നീ അള്ളാഹുവിന് വേണ്ടി പിടിയാ. 4 കാര്യമാണ് ഒരു മുഅ്മിനായ മനുഷ്യന് ഈമാൻ ഉണ്ടാവും.